ഹലോ ഗായ്സ്, വെൽക്കം ടു വ്ളോഗ് നമ്പർ 2. അങ്ങനെ ഡെൻമാർക്കിൽ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പോവാണ് ഞാൻ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി ജാക്കറ്റൊക്കെ ഇട്ടു. ജാക്കറ്റ് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല, അമ്മയൊരു തണുപ്പാണ്. അങ്ങനെ ഞാൻ റെഡിയായി പോവാണ്. ഷിപ്പിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുക, പുറത്ത് പോവുക, പബ്ബിൽ പോവുക, ബിയർ അടിക്കുക, ഡാൻസ് കളിക്കുക, തുള്ളിച്ചാടെ തിരിച്ചു വരിക. ആ ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ പോണത്. കാരണം എൻ്റെ ഷിപ്പിൽ കുറച്ച് പേരൊക്കെ ഇന്നലെ പോയായിരുന്നു. അവരൊന്ന് പറഞ്ഞ് അടിപൊളി നൈറ്റ് ലൈഫ് വീക്കെൻഡ്സിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാറ്റർഡേ നൈറ്റ് ഇറങ്ങിയതാണ്. സോ ബസ്സിലെ പോണ അറൗണ്ട് 1 കിലോമീറ്റർ നടക്കാണ്ട് പോണ വഴിക്ക് നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. പക്ഷേ ആർക്കും കഴിക്കാൻ തേയില്ലാത്തതുകൊണ്ട് കഴിച്ചില്ല. എന്തൊരു കായായിരുന്നു അത്. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1 കിലോമീറ്ററോളം നടക്കാണ്ട് നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക്. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബസ് സ്റ്റോപ്പിലേക്ക്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, പാട്ട് എൻജോയ് ചെയ്യാൻ. അങ്ങനെ ബസ്സിൽ കയറി. ബസ്സിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ആൾക്കാരൊക്കെ വന്നായിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ജേണി. അങ്ങനെ ഡെൻമാർക്കിൽ നൈറ്റ് കൊണ്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ എത്തി. ആർണസ് എന്ന് പറഞ്ഞ സിറ്റിയിലാണ് നമ്മുടെ പാർട്ടി. സോ സിറ്റിയിലെത്തി ബസ്സൊക്കെ പോയി ഇങ്ങനെ സിറ്റി വ്യൂ കണ്ട് നടക്കുകയാണ്. ഏകദേശം 10-10:15 ടൈം. സോ അങ്ങോട്ട് ക്രൗഡായിട്ടില്ല. നൈറ്റ് 1 o'clock ആകുമ്പോൾ ക്രൗഡാവുമെന്ന് ഞാൻ കേട്ടത്. അങ്ങനെ ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് നടക്കുകയാണ്. നൈറ്റ് അടിപൊളി വ്യൂ ആണ്. നല്ല ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ നൈറ്റായിട്ടും. വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. നല്ല അടിപൊളി പ്ലേസാണ് കണ്ടുകൊണ്ടിരിക്കാൻ. അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് തന്നെ പ്ലേസൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുകയാണ്. മോസ്റ്റ്ലി ഇവിടെ എല്ലാം വഴിയിലും മൊത്തം ഓപ്പൺ റെസ്റ്റോറൻറ്റ്, ബാറ്, പബ്സൊക്കെയാണ്. എല്ലായിടത്തും ഇങ്ങനെ ഓപ്പൺ എയറിലിരുന്ന് എല്ലാവരും ഇങ്ങനെ ബിയറും ഷോട്ട്സും ഹോട്ടൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് നമ്മളിങ്ങനെ ജോലി അടിച്ച് നമ്മളും നടന്നു. നല്ല തണുപ്പ് ക്ലൈമറ്റാണ്, 10 ഡിഗ്രിയാണ്. സോ നല്ല ഫീലാവും ആ ടൈമിലൊക്കെ ഇരുന്ന് ബിയർ ഹോട്ടൊക്കെ അടിക്കുക. എല്ലാവരും നല്ല ഹാപ്പിയിലാണ്. സോ ഞാനും ഇങ്ങനെ അവരെ ലൈഫൊക്കെ കണ്ട്, നമുക്ക് നാട്ടിലിങ്ങനെ കാണാൻ കിട്ടില്ലല്ലോ. സോ ഇതൊക്കെ കണ്ടുപോയി. പബ്ബിലേക്കാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ഒരു ചാലൊക്കെ ഉണ്ടായിരുന്നു, വെള്ളമൊക്കെ പോകുന്ന ഒരു തോട് പോലെ സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് മൊത്തം ഷോപ്സാണ്, ഫുഡിൻ്റെ ആയാലും ബാറിൻ്റെ ആയാലും. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ പബ്ബിലെത്തി. ദ ഓൾഡ് ഐറിഷ് പബ്ബാണ് നമ്മൾ കയറാൻ പോണ പബ്ബ്. സോ പബ്ബിൽ കയറുമ്പോൾ ഒരു ക്യൂട്ട് പബ്ബിനൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ പബ്ബിൻ്റെ അകത്തോട്ട് കയറി. നല്ല അടിപൊളി വ്യൂ. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പബ്ബിലൊക്കെ കയറണേ. സോ അതിന് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അകത്തോട്ട് കയറി ആ പബ്ബിലെ കലവറ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. വാ, എന്ത് രസമാണ്. ഫുള്ള് ബിയർ, പലതരം ബിയറുകളും ഹോട്ടും ഷോട്ടൊക്കെ ആയിട്ട് പൊളി. അത് സെർവ് ചെയ്യാൻ എൻ്റെ സുന്ദരി ചേച്ചി വരും. ഇതാണ് പബ്ബിൻ്റെ ഡി ജെ നടക്കുന്ന സ്ഥലം. ഓൾറെഡി ഡി ജെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാൾ ഡി ജെയിൽ പാട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ക്രൗഡായിട്ടില്ല, ലേറ്റ് നൈറ്റ് ക്രൗഡാവുള്ളൂ. സോ അങ്ങനെ ഞാനും ചുമ്മാ ഇങ്ങനെ സെൽഫിയൊക്കെ എടുത്ത ഒരു സ്ഥലത്ത്. പിന്നെ അവിടെ ഫോട്ടോ എടുക്കുക, ഒരു ഫ്രീ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫ്രീ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെയും കലവറോട്ട് വന്നു. കലവരൊക്കെ കണ്ട് ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ 4 ബിയർ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ നമ്മൾ ചൂസ് ചെയ്തിരുന്നൊരു ബിയർ. അങ്ങനെ 4 വലിയ ഗ്ലാസ്സിൽ നമുക്ക് 4 അടിപൊളി ബിയർ കിട്ടി. അങ്ങനെ കലവരന്ന് കണ്ടെടുക്കാൻ തോന്നുന്നില്ല. അങ്ങനെ ബിയറൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ അവിടെ ഒരു മേശയൊക്കെ പിടിച്ച് ചിയേഴ്സൊക്കെ പറഞ്ഞ് അങ്ങനെ പതുക്കെ ബിയർ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അവർക്ക് വ്യൂ ഒക്കെ കണ്ടിട്ട് ഈ ഒരു മൂഡിൽ നിന്ന് ബിയർ അടിക്കാൻ നല്ല ഫീലാണ്. അങ്ങനെ ഇതാണ് എൻ്റെ കൂടെയുള്ള ഗ്യാങ്ങുകൾ. ഞങ്ങൾ 4 പേര് ഒന്നിച്ചാണ് വന്നത്. എൻ്റെ ഷിപ്പിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓരോ പോസ്റ്ററുകളൊക്കെയാണ്. ഇവരുടെ ക്യാപ്ഷനൊക്കെ അടിപൊളിയാണ്. ഇവരൊരു ക്യാപ്ഷനൊക്കെ ഇതൊക്കെ വായിക്കുമ്പോൾ നല്ല അടിപൊളി ക്യാപ്ഷനാണ് ഇവർ. അങ്ങനെ ചെറിയ ഡാൻസൊക്കെ തുടങ്ങി. ഞാനും ചുമരൻ്റെ സ്റ്റെപ്പൊക്കെ ഇട്ട് അവരെ കൂടെ കുറച്ച് പേരുള്ള പോകും. ആൾക്കാർ കുറവായ കാരണം നമ്മൾ വേറെ പബ്ബ് അന്വേഷിച്ച് പോയി. അങ്ങനെ വേറൊരു പബ്ബിലെത്തി. ഈ പബ്ബിൽ കയറിയപ്പോൾ നല്ല അറ്റ്മോസ്ഫിയറൊക്കെ അടിപൊളിയാണ് പബ്ബിൻ്റെ. അവിടെ എന്തൊരു ഗെയിം നടക്കുന്നുണ്ട്. മരത്തിൽ ആണിയടിച്ച് തരുന്നുണ്ട് ഗെയിം. എന്താ സംഭവം നമുക്ക് മനസ്സിലായി. കുറച്ചായിട്ട് നോക്കിയൊന്നു വേറെ. അത് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഡാൻസ് എന്നല്ല, ഇവിടെ പാട്ട് പാടണം. കുറേ ഗേൾസ് ഒന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ സ്ക്രീനിങ്ങിൽ പാട്ട് പാടുണ്ട് ഇവർ. നമുക്ക് പാട്ടായെന്ന് പറയില്ല, പാട്ട് പാടുന്ന അറിയാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഈ പബ്ബ് വേണ്ട. അങ്ങനെ നമ്മൾ പിന്നെ നമ്മുടെ പഴയ പബ്ബിലേക്കാണ്, നമ്മൾ ആദ്യം പോയി ബിയർ അടിച്ച പബ്ബിലേക്കാണ് നമ്മൾ കയറി. അവിടെ കയറിയപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങളും ഡാൻസ് കളിക്കാൻ തുടങ്ങി അവരുടെ കൂടെ. എൻ്റെ ഒരു ക്യാപ്പും കണ്ണാടിയും ഓരോ ഗേൾസ് എടുത്തുകൊണ്ടും ബോയ്സ് എടുത്തുകൊണ്ടും അവരെടുത്തുകൊണ്ട് അവർ വയ്ക്കും. തിരിച്ചെനിക്ക് വെച്ചൊരു എന്തൊക്കെയാണ് അവർ കാണിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഫിറ്റായതുകൊണ്ട് ആർക്കും എന്താ ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. പക്ഷെ ഞാൻ ഫിറ്റല്ലായിരുന്നു. എന്തായാലും ക്യാപ്പൊക്കെ അവരെടുത്തൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇതെൻ്റെ കൂടെ ഉള്ളവരാണ്. വലിയ സ്റ്റെപ്പിലേക്കായിരുന്നു അവരുണ്ടായിരുന്നു.
പബ്ബ് ഭയങ്കര ക്രൗഡായി അടിപൊളിയായി നല്ല മൂഡ് വൈബായിപ്പോൾ നിറച്ച ആൾക്കാരായി. അങ്ങനെ ഓൾമോസ്റ്റ് പബ്ബ് കാലി, എല്ലാവരും പോയി. ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് എന്തൊക്കെ കാട്ടിക്കൂട്ടി ഞങ്ങളും പോകാൻ നേരായി. അങ്ങനെ ഒരു അടിപൊളി പാർട്ടി ശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെ പബ്ബിനോട് ചാറ്റ പറഞ്ഞ് പോകുമ്പോൾ ഒരുത്തം വന്ന് എന്നോട് ചോദിക്കണം എൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കുമെന്ന്. ആരാന്നും കൂടി എനിക്കറിയാൻ മേല, ആരെങ്കിലും ആയിക്കോട്ടെ എന്തെല്ലാം അവൻ ചോദിച്ചാലേ ഞാൻ ഒരു സെൽഫിക്ക് എടുത്താണ് ചെക്കൻ ആരാന്ന് എനിക്കറിയാൻ മേല. സെൽഫി എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എടുത്ത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോവാണ് തിരിച്ച് ഷിപ്പിലോട്ട്. നമുക്ക് കയറണം ടൈമായി, ഡ്യൂട്ടിക്ക് കയറാൻ ടൈമായി. ഇനി ലേറ്റായി കഴിഞ്ഞാൽ അവർ പിടിച്ച് കടലിലെറിയും. അതുകൊണ്ട് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ തിരിച്ച് പോകണം, ഈ ടൈമിൽ ബസ്സൊന്നുമില്ല. ഇനിയിപ്പോൾ ടാക്സിനെ പിടിച്ച് പോകണം. ടാക്സിക്ക് നല്ല റേറ്റാണ്, അറൗണ്ട് 5,000 ഒക്കെ വരും. ജസ്റ്റ് എടുത്താണ്, എന്നാലും 5,000 ഒക്കെ കൊടുക്കേണ്ടി വരും. നമ്മുടെ നാട്ടിലത്തെ മണി കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ എന്നാലും ടാക്സി ഒക്കെ പിടിച്ച്, ടാക്സി ഒരു ആഫ്രിക്കനായിരുന്നു, അടിപൊളി ചേട്ടൻ. ആളവിടെ എത്തുന്നവരെ ഞങ്ങളോട് കത്തിയടിച്ചു ഞങ്ങൾ തിരിച്ചു. അങ്ങനെ ടാക്സി ആണോട്ട് രാറ്റ് പറഞ്ഞ് ഞങ്ങളുടെ പോർട്ടിലെത്തി. പോർട്ടിൻ്റെ ഗേറ്റ് ഓൾറെഡി ലോക്കാണ്. സോ ഒരാൾ ഇവിടെ എന്തൊക്കെ ശ്രമിക്കുന്നുണ്ട്, സെൻസിങ് കാർഡ് വെച്ചിട്ട് ഒരാൾ അപ്പുറത്ത് പാസ്വേഡ് ശ്രമിക്കുന്നുണ്ട്, എന്ത് രീതിയിൽ തുറക്കണില്ല. പിന്നെ ആഫ്റ്റർ സം ടൈം എങ്ങനെയോ ഞങ്ങൾ തുറന്നു കൂട്ടി തിരിച്ച് ഷിപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഹാപ്പി ഫേസാണ്, കാരണം പാർട്ടി അടിപൊളിയായിരുന്നു. പറയാതിരിക്കാൻ പോയി അടിപൊളിയായിരുന്നു. ഞാൻ ലൈഫിൽ ഞാൻ അധികമൊന്നും പാർട്ടിക്ക് പോകാത്തതുകൊണ്ടായിരിക്കണം, ഇങ്ങനത്തെ പാർട്ടിക്ക് പോകാത്തതുകൊണ്ടായിരിക്കണം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, അടിപൊളിയായിരുന്നു. അങ്ങനെ തിരിച്ച് നമ്മൾ ഷിപ്പിലെത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഷിപ്പിലോട്ട് വയ്യ, എന്നാലും കഷ്ടപ്പെട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വ്ളോഗ്. ഡെൻമാർക്ക് ഒരു എൻജോയ് ചെയ്ത വ്ളോഗായിരുന്നു. കണ്ട എല്ലാവർക്കും താങ്ക് യു, ബൈ ബൈ. ഇനി നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണുന്നവരെ സീ യു.